ആയത്തുൽ കുർസി ഒരു നിസ്കാരത്തിന്റെ ശേഷം ഒരാൾ ഓതിയാൽ അടുത്ത നിസ്കാരം വരെ അവൻ അല്ലാഹുവിന്റെ ദിമ്മത്തിലാണ്. അതേപോലെ ഒരാൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരു ആയത്തുൽ കുർസി ഓതിയാൽ അവന്റെ സുബ്ഹി വരെ അവനിക്ക് ഹിഫ്ളിന് അല്ലാഹു മലക്കുകളെ പ്രത്യേകം നിർത്തുന്നതാണ്. അവനിക്ക് പ്രൊട്ടക്ഷനായി അല്ലാഹു മലക്കുകളെ ഏർപ്പെടുത്തുന്നതാണ്. ആത്മീയ ലോകത്തെ കാവൽക്കാരായ മലക്കുകളെ അല്ലാഹു അവന്റെ സുബ്ഹി വരെ അവനിക്ക് നിർത്തിക്കൊടുക്കുന്നതാണ്. ഉറക്കത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ, പൈശാചിക ശല്യങ്ങൾ, പ്രയാസങ്ങൾ, പേടി സ്വപ്നങ്ങൾ, സ്വപ്നസ്ഖലനങ്ങൾ, ഭൂതിജനകമായ രംഗങ്ങൾ, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടാൻ ആയത്തുൽ കുർസി ഉറങ്ങുന്നതിന് മുമ്പ് പാരായണം ചെയ്താൽ അത് പിശാചിന്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വലിയ ഒരു ഒറ്റമൂലിയാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, ഉമ്മമാരെ പ്രാവർത്തികമാക്കണം. നമ്മുടെ വീടുകളിലുള്ള ചെറിയ കുട്ടികളെ ഉറക്കാൻ കിടക്കുന്ന സമയത്ത് നിങ്ങൾ ആയത്തുൽ കുർസി ഓതി മന്ത്രിച്ച് കിടക്കണം. അവർക്ക് പേടിച്ച് കരണ്ടുകൊണ്ടുള്ള ഉറക്കത്തിൽ പേടിച്ച് ഞെട്ടിവിറക്കലും അതേപോലെ തന്നെ പേടിച്ച് കരയിലുമൊക്കെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ആയത്തുൽ കുർസി ഓതി മന്ത്രിച്ച് അവരുടെ ശരീരങ്ങളിലൊക്കെ ഒന്ന് തടകി അവരെ കിടത്തിയാൽ അത്തരത്തിലുള്ള പൈശാചിക ശല്യങ്ങൾ ഉണ്ടാവുകയില്ല. അത് വളർന്നു വരുന്ന നമ്മുടെ കുട്ടികളെ കൊണ്ട് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ചെയ്യിപ്പിക്കണം. മാതാപിതാക്കൾ അത് ചെയ്യണം. അവരെ കണ്ട് നമ്മുടെ കുട്ടികളത് പഠിക്കണം. ആ നല്ല ശീലങ്ങൾ അവർക്ക് വളർത്തിയെടുക്കണം. അത് നല്ല ഒരു കാര്യമാണ്. ആയത്തുൽ കുർസി ഉറങ്ങുന്ന സമയത്ത് ഓതിയാൽ പൈശാചിക ശല്യമുണ്ടാവുകയില്ല. ഒരു ചെറിയ സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. മഹാനായ മഹാന്മാര് പഠിപ്പിച്ച ഒരു സംഭവം കഅബ് ഗോത്രത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞതൊരു സംഭവമാണ്. മഹാനായ ഇബ്നു ഖുതൈബ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്, കഅബ് ഗോത്രത്തിൽപ്പെട്ട ഒരാൾ, അദ്ദേഹത്തിന്റെ ജോലി ഈത്തപ്പഴ വിൽപ്പനയാണ്. ഈത്തപ്പഴം കുട്ടയിലാക്കി അത് വിൽപ്പന നടത്തുന്ന ഒരു ജോലി ഉള്ള ഒരാൾ, കഅബ് ഗോത്രത്തിൽപ്പെട്ട ഒരാൾ. അദ്ദേഹം ഈത്തപ്പഴങ്ങൾ കുട്ടയിലാക്കി അത് വിൽക്കാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹം വിൽക്കാൻ വേണ്ടി പോകുന്നത് ബസ്രയിലേക്കാണ്. ബസ്രയിലേക്ക് ഈത്തപ്പഴവുമായി അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് പോയി 2-3 ദിവസം യാത്ര ചെയ്യാം. അങ്ങനെ യാത്ര ചെയ്ത് അദ്ദേഹം ബസ്രയിലെത്തി. ബസ്രയിലെത്തിയപ്പോ അദ്ദേഹത്തിന്റെ നാടല്ല